നിങ്ങൾക്ക് ന്യായങ്ങൾ കാണും, അത് നിങ്ങളുമായി അള്ളാഹുമായി. എന്റെ ബാധ്യത, എന്റെ ഡ്യൂട്ടി ഖുർആൻ ഹദീസ് ഓതി അത് നിയമം പറഞ്ഞു തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും ന്യായീകരിക്കാം, ആര് പറയുന്നതോ നിങ്ങൾ കേൾക്കാം. അല്ലാഹു അലം. എന്റെ അറിവിൽ ഞാൻ പഠിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ആരെങ്കിലും ഇതിനേക്കാൾ എക്സ്ക്യൂസ് മസ്അല വല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അലല്ലാഹ്, നിങ്ങൾ ആയിക്കോളി, മാഫി മുഷ്കിൽ, എനിക്ക് അതിലൊരു പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഫമൻ ജാഅഹു മൗലത്തും മിർ റബ്ബിഹി ഫന്തഹാ ഫലഹു മാ സലഫ് വഅംറുഹു ഇലല്ലാഹ്. അവന്റെ എല്ലാ കാര്യം അല്ലാഹുവിലേക്കാണ്. ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ ഹറാമായ ആയത്തിറങ്ങിയപ്പോഴേ ആ കാലഘട്ടത്തിൽ പലിശ വാങ്ങിയ ഒരു മുഅ്മിനീങ്ങളായിരുന്നു. നിയമമില്ലല്ലോ, ഹറാമാണെന്ന് പറഞ്ഞിട്ട് നിയമം വന്നിട്ടില്ല. പലിശ അന്ന് വാങ്ങിയവരൊക്കെ മുഅ്മിനീങ്ങളായിരുന്നു. ഏറ്റവും വലിയ പലിശക്കാരനായിരുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഏറ്റവും വലിയ പലിശക്കാരനാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു 55,000 പവൻ സ്വർണമാണ് പലിശ ഇനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത്. കണക്ക് കൂട്ടിയോക്കുമ്പോ ഏത് ഈ ആയത്തിറങ്ങിയപ്പോ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് 55,000 പവൻ കൂട്ടി നോക്കി. ഇന്നത്തെ കണക്കനുസരിച്ച് 60,000 വെച്ച് കൂട്ടി നോക്കും. 55,000 പവൻ അദ്ദേഹത്തിന്റെ മൂലധനത്തിൽ നിന്ന് 10% ഈ പലിശ അദ്ദേഹത്തിന് കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വിളിച്ചിട്ട് പറഞ്ഞു, അർരിബ മൗളൂഉൻ കുല്ലു. ഞാൻ ഇവിടെ പലിശ മുഴുവനും എന്റെ കാലിന്റെ അടിയിൽ ചവിട്ടി തേക്കുകയാണ്. ആദ്യമായി ഞാൻ വലിച്ചെറിയുന്നത് എന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ പലിശ കച്ചവടമാണ്. ഈ ആയത്തിറങ്ങിയപ്പോ നബി തങ്ങൾ അവിടെ വെച്ച് പ്രസംഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടിട്ട് 55,000 പവൻ സ്വർണം പലിശ ഇനത്തിൽ മാത്രം ബാക്കിയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് പറഞ്ഞു, ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്ര കോടി രൂപയുടെ വിഹിതമാണ്. ആ പൈസയും വേണ്ട, മൂലധനവും വേണ്ട, അതിന്റെ പലിശയും വേണ്ട, വിട്ടാരെ മൂലധനം അടക്കം ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കളഞ്ഞു. കാരണം അത് ചേർന്ന് ഇതിനകത്ത് കിട്ടിയതാണ്. അതുകൊണ്ട് മൂലധനം അല്ലാഹ് പറഞ്ഞു, മൂലധനം എടുത്തോ, അതിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമില്ല, മൂലധനം എടുത്തോളി, പക്ഷേ പലിശ എടുക്കണ്ടെന്ന് പറഞ്ഞ. പക്ഷെ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് പറഞ്ഞു, വേണ്ട, കണക്ക് കൂട്ടി നോക്കണേ, വീട്ടിൽ പോയിരുന്നിട്ട് 60,000 രൂപ വെച്ചിട്ട് 55,000 പവൻ എത്ര രൂപ ആയെന്ന് അടുത്ത ആഴ്ച വരുമ്പോൾ പറഞ്ഞാൽ മതി, കണക്കൂട്ടി വയ്ക്കോളി. നമ്മൾ കളയുമോ? അളിയാ തിന്നിട്ട് നമുക്ക് ദ്വാരക്ക അളിയാ 10 ഉംറയും ചെയ്യാം, 10 പ്രാവശ്യം ബൈത്തുൽ മുഖദ്ദസിലും പോകാം, 10 പേർക്ക് വീടും വെച്ചു കൊടുക്കാം, 50 പെണ്ണുങ്ങളെയും കെട്ടിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് കരഞ്ഞ് രാത്രി ദ്വാരക്കാം. എന്റെ പൊന്നളിയ ഒന്നും സ്വീകരിക്കൂല അളിയ. ഇത് മൂത്രത്തിൽ നിന്റെ ഡ്രസ്സ് കഴിയതുപോലെയാണ്. മൂത്രത്തിൽ നിന്റെ ഡ്രസ്സ് കഴിവിയതുപോലെ. എങ്ങനെ ഇരിക്കും? വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിക്കുന്നതിന് മൂത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അതിൽ നിന്റെ ഡ്രസ്സ് ഇട്ട് കഴിവിട്ട് ഉണക്കി നിസ്കരിക്കാൻ കൊണ്ടുവരുന്നവനെ പോലെയാവും ഇതുകൊണ്ട് നീ സദഖ ചെയ്താൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ ഒരു സൂക്ഷ്മത എത്രത്തോളം എന്ന് വെച്ചാല്, സ്വഹാബാക്കൾ ഒരു ഞങ്ങൾക്ക് 10-9% ഹലാലാണ് ഞങ്ങളുടെ സമ്പത്ത് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതില് 1% പലിശ ഉണ്ടോന്നൊരു പേടി ഉണ്ട്. ആ പേടിയുടെ പേരിൽ ഇത് മൊത്തം ഒഴിവാക്കും, ഞങ്ങൾ എടുക്കുകയില്ല. ഞങ്ങൾ എടുക്കുക 1%, 1 പോയിന്റ് ഇതിൽ പലിശ ഉണ്ടാകുമോ എന്നൊരു പേടി, ഈ പൈസയിൽ പലിശ ഉണ്ടാകുമോ ഒരു പേടി. അതുകൊണ്ട് അവരെടുക്കുക, ആ ലാഭം എടുക്കുകയില്ല എന്നാ പറഞ്ഞത്. ചിന്തിച്ചു നോക്കി, സഹാബാക്കൾക്ക് ആഖിറത്തെ കുറിച്ച് പേടിയുള്ളത് കൊണ്ടല്ലേ. നമുക്ക് എന്ത് പേടി? നമുക്ക് എന്ത് പേടി ആഖിറത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച് എന്ത് പേടി? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പൊട്ടിച്ചു വിടാന്നുള്ള അല്ലാതെ, കേട്ടിട്ട് മിണ്ടാതെ ഇറങ്ങി പോകുന്നല്ലാതെ ആരെങ്കിലും നിർത്തുന്നുണ്ടോ? പലിശ സർവ്വസാധാരണല്ലേ, സർവ്വസാധാരണല്ലേ. ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ 3-4 വണ്ടിയാണ്. ഇഷ്ടനുസരിച്ച് മോന്, മോൾക്ക്, അവക്ക്, ഇളവക്ക്, ചേട്ടത്തി, കൊച്ചുമോന് എവിടുന്നാ സ്വന്തം പൈസ കൊടുത്തിട്ടാ? എന്തിനാ ഇതൊക്കെ എടുക്കുന്ന? ഇത്രയും നമ്മൾ ആഡംബരങ്ങൾ കാണിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? നമുക്കുള്ളത് കൊണ്ട് ജീവിച്ചാ പോരെ. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഇതൊക്കെ ചുമക്കണോ? ഇതൊക്കെ ഏറ്റെടുക്കണോ? ഇതുകൊണ്ടാണ് ഇൽമു പഠിക്കണം എന്ന് പറഞ്ഞത്. കച്ചവടം ചെയ്യുന്നവൻ ഇൽമു പഠിച്ചിട്ടേ കച്ചവടം ചെയ്യാവൂ. എന്റെ വാക്കല്ല, ബഹുമാനപ്പെട്ട അലി കറമല്ലാഹു വജ്ഹ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മൻ തജറ ഖബല അൻ യതഫഖഹ ثم ارتطم ثم ارتطم ثم ارتطم يعني غرق فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരൻ ഇൽമിന്റെ
വാതില് നിബിതങ്ങളുടെ മരുമകൻ ഇൽമിയായ വിഷയത്തിൽ അവഗാഹം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, മൻ ഇത്തജറ ഖബല അൻ യതഫഖഹ. ഇൽമ പഠിക്കാതെ കച്ചവടം എന്തെന്ന് ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ബിബിഎ പഠിക്കും. ബിസിനസ്മാൻ. അവിടെ നിന്ന് ഖുർആനും ഹദീസും അല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെ ഒരുത്തനെ പറ്റിച്ച് കാശുണ്ടാക്കാന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെയും ഹദീസിന്റെയും വീക്ഷണത്തിൽ നിങ്ങൾക്ക് ഹലാൽ കച്ചവടം ഏത്, ഹറാം കച്ചവടം ഏത് എന്ന് പഠിപ്പിച്ചു തരുന്ന ഇൽമ്, അത് പഠിക്കാതെ ഒരുവൻ കച്ചവടത്തിന് ഇറങ്ങിയാൽ അവൻ പലിശയിൽ മുങ്ങിയവനെ പോലെയാണ്. 3 പ്രാവശ്യം അലി റളിയല്ലാഹു തആല പറഞ്ഞു, അവൻ പലിശയിൽ മുങ്ങിയവനെ പോലെയാണ്. കച്ചവടം ചെയ്യണ്ടേ? 5 കോടി 10 കോടി 100 കോടി 20 കോടി ഇതിനൊക്കെ പേരിൽ പലിശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അത് പലിശ വരൂലേ? അത് നമുക്ക് അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവൂലേ? അങ്ങനെ പലിശ ആവൂലേ? അപ്പൊ പലിശ ഏതാ, ഹലാൽ ഏതാ, ഹറാം ഏതാ, ഇതിനെ കുറിച്ച് പഠിക്കേ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഏയ് സഹാബ ലാ യബിഉന ഫി അസ്വാഖിനാ ഹാദിഹി ലം യതഫഖഹു ഫിദ്ദീൻ. ഈ ചന്തയില്, ഈ മാർക്കറ്റില് കച്ചവടത്തെ കുറിച്ച് പഠിക്കാത്ത ഒറ്റ ഒരുത്തൻ ഇവിടെ കച്ചവടം ചെയ്തു പോകരുത്. നിബന്ധനകൾ ബോർഡ് എഴുതി വെച്ചു. നമ്മൾ പറഞ്ഞ വഴിയോര കച്ചവടം ജനങ്ങൾക്ക് തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ കച്ചവടം ചെയ്യണം, ആ സൈഡിൽ ചെയ്യരുത്, ഈ സൈഡിൽ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചെന്നറിയോ? കച്ചവടത്തിന്റെ ഹക്കും ബാത്തിലും സത്യവും മിഥ്യയും ഇത് മനസ്സിലാക്കാത്ത ഒരുത്തൻ നമ്മുടെ ഈ സൂക്കിൽ കച്ചവടം ചെയ്യരുത്. അതേപോലെ ഒന്നും കൂടി ഡിമാൻഡ് വെച്ചു, വലം യൂഫു അൽ ഖൈല വൽ മീസാൻ. അളവിലും തൂക്കത്തിലും വല്ല ന്യൂനത വരുത്തുന്നവൻ ഈ മാളിൽ കച്ചവടം ചെയ്യാൻ പാടില്ല. എഴുതി വെച്ചു. എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഴുതി വെച്ചിട്ടുള്ള? എത്ര മാളിൽ പോന്ന് ഓഫർ എന്ന് പറയുമ്പോ മുങ്ങി താഴെയല്ലേ? എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇത്? ത്രാസ് കൊണ്ടുപോയി ഗവൺമെന്റിന്റെ അടുക്കൽ വർഷം തോറും 6 മാസം കൂടുന്തോറും എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ആരെല്ലാം കൊണ്ടുപോവോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോവോ? അതിനകത്ത് 100 ഗ്രാമിന്റെ തകടും കൂടും കെട്ടി തൂക്കും, അത്രയും കിട്ടാൻ വേണ്ടിട്ട്. എല്ലാം ഡിജിറ്റൽ സംവിധാനം. ഇപ്പൊ നമ്മള് ഒരുപാട് പെട്രോൾ അടിക്കാൻ പോയി ഡീസൽ പെട്ടപ്പോ ഈ അടുത്ത സമയത്തൊക്കെ പോലീസ് കയറി പിടിച്ചു. ഇവരൊക്കെ എല്ലാം ഹിക്കുമത്താക്കി വെച്ചിരിക്കുക. കയറാണ്. നമ്മൾ അടിച്ചു നോക്കി, നമ്മളൊന്ന് ഒരു 500 രൂപയ്ക്ക് ഡീസൽ പെട്രോൾ അടിക്കാൻ പോകുന്ന നോക്കി, 9 രൂപ എന്നാ തുടങ്ങുക, 10 രൂപ എന്നാ തുടങ്ങുക. ഒറ്റ പോക്ക. നമ്മൾ ഇതെല്ലാം നോക്കുന്നത് അള്ളാഹു അല്ല, നമുക്ക് വിഷയമില്ല. അവൻ അള്ളാഹ്ക്ക് നാളെ ഹിസാബ് പറയും. ഒന്ന് കുറവ് വന്നവൻ അള്ളാഹ്ക്ക് നാളെ ഹിസാബ് പറയും. അള്ളാഹ് എടുക്കലല്ലേ? മൻ ജമഅ മാലൻ ഹറാമൻ ثم تصدق منه لم يبلغ لم يكن له بركة وأجره عليه أو كما قال عليه الصلاة والتسليم. ഒരാള് ഹറാമായത് സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് ഈ സമ്പാദ്യത്തിൽ നിന്ന് അവൻ സദഖ ചെയ്തുവെങ്കിൽ അത് അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അതിന്റെയും കൂടെ ശിക്ഷ ഇവൻ നാളെ ഏറ്റെടുക്കേണ്ടി വരും. നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹലാലായത് സമ്പാദ്യം കൊടുക്കുക ഒരാൾക്ക്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പച്ച കുത്തുന്നവൻ, കുത്തിക്കുന്നവൻ, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സമനിൽ കൽബ്. പട്ടിയെ വിറ്റ് കാശുണ്ടാക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട്. പട്ടിയെ വിറ്റിട്ട് കാശുണ്ടാക്കാൻ. പട്ടി പൂച്ചയൊക്കെ പോലെ വലിയ കച്ചവടമായിട്ട് മാറിയിരിക്കാൻ ഇവിടൊക്കെ ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു. ഈ അടുത്ത സ്ഥലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങനെ പോയപ്പോ ഒരു ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു, പട്ടിയെ കാണാനില്ല, മിസ്സിംഗ് ഡോഗ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു. എന്തായാലും ദുആറൊക്കെ ഏൽപ്പിക്കാൻ ഹൈറായി. അത് എഴുതി ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോ നമ്മുടെ കൗമ്, അവർ തൊട്ടടുത്തൊരു വീട്ടുകാരൻ പറയാം, അല്ലോ ഇത് പൊക്കിയെടുത്ത ഒരു ഫ്രണ്ടിൽ വെച്ചോണ്ടാ യാത്ര. കാറിൽ പോകുമ്പോ ഫ്രണ്ടിലിരിക്കും, അല്ലോ ബോണറ്റില് ഡിക്കിയില്. എന്റെ ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ അവരുടെ കൂട്ടത്തിലാണ്. എന്താ കൗമ്? ഇവനൊക്കെ വന്നിട്ട് നിസ്കരിക്കും, അവന്റെ കൂടെ നമ്മൾ നിസ്കരിച്ചുള്ള അവസ്ഥ എന്താ? ഇതെന്ത്? അള്ളാഹു ഹലാലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ഇനി ഒരു മദ്ഹബിൽ ചിലപ്പോൾ പട്ടി ഹലാലായിരിക്കും. അതാ മദ്ഹബില്. ഇവർക്ക് മദ്ഹബ് ദീനില്ല, പിന്നെ വല്ല മദ്ഹബിന്റെ കാര്യം. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സമനിൽ കൽബ്. പട്ടിയുടെ പൈസ ഹലാലല്ല, ഹറാം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവല്ലേ, വകസ്ബിൽ ബഗി. വ്യഭിചരിച്ചുണ്ടാക്കുന്ന പൈസ അതും ഹറാം തന്നെ, അതും ഹറാം തന്നെ. ആ പൈസ ഒക്കെ ലോഡ്ജ് നടത്തുമ്പോ നമ്മൾ സൂക്ഷിക്കണം. അതൊക്കെയാണ് ലോഡ്ജ് പ്രശ്നം. രണ്ട് കപ്പിളിങ് വന്നപ്പോ റൂം കൊടുത്തല്ലേ പറ്റൂ, നിയമം അനുസരിച്ച് കൊടുത്തേ പറ്റുള്ളൂ.
2 മണിക്കൂർ 3 മണിക്കൂറത്തൊക്കെ ഉണ്ടെങ്കിൽ ലോഡ്ജ് എടുത്തിട്ട് അവർ പോകും. എന്തിനാണെന്ന് അല്ലാഹു അല നമുക്കറിയില്ല. ഇനി അതിന് ഹലാലോ ഹറാമോ എന്നുള്ള വിഷയം അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മൾ ലോഡ്ജ് എടുത്താണ്, നമ്മൾ വ്യഭിചാരം നടത്താനൊന്നും അല്ല, നമ്മുടെ നിയത്ത് വേറെയാണ്. അപ്പം ഈ വ്യഭിചരിച്ച് കിട്ടുന്ന ഈ പൈസ ഇത് ഹലാലാവൂല. പല പല വിഭാഗങ്ങളായി സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇത് കേട്ടപ്പോ നബിതങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. വല്ലാത്ത ചോദ്യമാണ് മുആദേ നീ എന്നോട് ചോദിച്ചത്. ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. യുഹ്ശറു അശ്റതു അസ്നാഫിൻ മിൻ ഉമ്മത്തി അഷ്താതാ. എന്റെ ഉമ്മത്തുകളിൽ നിന്ന് 10 വിഭാഗമായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വഖദ് മയ്യസഹും അൻ ജമാഅത്തിൽ മുസ്ലിമീൻ വഖദ് ബദ്ദല സുവറഹും. അല്ലാഹു അവരുടെ രൂപങ്ങൾ മാറ്റുകയും മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം കൂട്ടത്തിൽ, മുസ്ലിം കുടുംബത്തിൽ, മുസ്ലിം സംഘങ്ങളിൽ നിന്ന് ഈ 10 പേരെ, 10 വിഭാഗക്കാരെ അല്ലാഹു മാറ്റി നിർത്തുമത്രേ. വഅലുഹും മുനക്കസൂന റൂസുഹും അഅലാഹും അർജുലുഹും അഅലാഹും വവുജൂഹുഹും യുസ്ഹബൂന അലൈഹാ. അർജുലുഹും അഅലാഹും ഒരു വിഭാഗം ആളുകൾ അവരുടെ തല മുകളിലും കാലുമുകളിലും തല താഴെയുമാണ്. കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും. കാലുകൊണ്ട് നടക്കേണ്ടതിന് പകരം തല കൊണ്ട് നടക്കേണ്ടി വരും. ഉടനെ സ്വഹാബി ചോദിച്ചു, നബിയേ ഇതെങ്ങനെയാണ് കാലുകൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് തല കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നടക്കാൻ നമുക്ക് തൗഫീഖ് തന്നത്, കഴിവ് തന്നത്. ആ പടച്ച തമ്പുരാൻ അംശാഹും ഖാദിറുൻ അലാ അൻ യുംശിയഹും ബിവുജൂഹിഹിം. അവർക്ക് മുഖം കൊണ്ട് നടക്കാൻ അല്ലാഹു അവർക്ക് അതിനവിടെ കഴിവ് കൊടുക്കും. കാലുകൊണ്ട് നടക്കുന്നവർ മുഖം കൊണ്ട് അവരെ നടത്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. എത്രത്തോളം എന്ന് വെച്ചാൽ വഹും യത്തഖൂന കുല്ല ഹദബിൻ വശൗഖ്. കല്ലുകളും മണ്ണുകളും ഒക്കെ താണ്ടിയിട്ടാണ് അവര് നാളെ പോകുന്നത് നരകത്തിലേക്ക്. നഊദു ബില്ലാഹ്. ആരാണ് നബിയെ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഫഹും അഖ്ലതുർ റിബാ ഐ ആകിലുർ റിബാ. പലിശ തിന്നുന്നവരാണ് കേട്ടോ. ആണ് ഞാൻ പറഞ്ഞത്. വമയ്യസഹും അൻ ജമാഅത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കാഫറോ അമുസ്ലിമീങ്ങളോ നിങ്ങൾ കരുതരുത്. നമ്മുടെ ഖൗമിൽപ്പെട്ടവർ ഈ പലിശയുമായി ബന്ധപ്പെടുന്നവര് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഈ കോലത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർക്ക് ഖബർ മുതലാണ് ശിക്ഷ തുടങ്ങുന്നത്. എങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത്? പ്രേതബാധ ഏറ്റവരെ പോലെ, ഏതോ പിശാച് അടിച്ച് താഴെയിട്ടവർ എഴുന്നേറ്റ് വരുന്നത് പോലെ. അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂൻ ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. കണ്ടാ, പിശാചിന്റെ അടി ഏറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക. കാരണം ഒരു ബോധം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല. ഈ ശാരീരികമായി, മാനസികമായി, പൈശാചികമായ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി നോക്ക്, അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. എന്തായിരിക്കും അവരുടെ മുഖം കണ്ടാൽ തന്നെ ഒരു ഭ്രാന്തി പിടിച്ചവനെ പോലെ. ഈ ഭ്രാന്തി പിടിച്ചവനെക്കാളും ദുഷ്കരമായിട്ടാണ് ഈ പലിശ തിന്നവൻ നാളെ നമ്മുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അടക്കുമ്പോ നല്ല രീതിയിലാണ് അടക്കുന്നത്, നല്ല അവസ്ഥയിലാണ് അടക്കുന്നത്. കർപ്പൂരമൊക്കെ ഇഷ്ടം പോലെ വാരിയിടും, ഇഷ്ടം പോലെ ഊത് അത്തർ മജ്മൊക്കെ പരട്ടും, നല്ല രീതിയിൽ ദുആ ഒക്കെ ചെയ്ത് കൊണ്ടുപോയി അടക്കമൊക്കെ ചെയ്യും. നമ്മുടെ ബാധ്യത. ഒരു മുസ്ലിമല്ല, അവൻ പലിശ വാങ്ങിയാലും ലോട്ടറി വാങ്ങിയാലും ലോട്ടറി അടിച്ചാലും ലോട്ടറിയുടെ പൈസ തന്നാലും നമ്മുടെ ബാധ്യത ദുആ ഇറക്കല്, നമ്മുടെ ഗതികേട്. ദുആ ഇറക്കാതെ മറ്റു മാർഗമില്ല. പക്ഷെ എഴുന്നേറ്റ് വരുമ്പോ ഏത് കോലത്തിലാണ്? യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പിശാചിന്റെ അടിയേറ്റവനെ പോലെയാണ് എഴുന്നേറ്റ് വരിക. എന്തിനാണ് ഇവനെ ഇത്ര ശിക്ഷിക്കാനുള്ള കാരണം? എന്താ? യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. എന്താ കാരണം? ഖാലു, അവൻ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ. കച്ചവടവും പലിശയൊക്കെ ഒന്ന് തന്നെയാണ്. ഇതൊരു ബിസിനസ്.
ഫൈനാൻസ് ഇട്ട് കൊടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ കാറുകാർക്ക് നമ്മൾ കൂട്ടി നിന്നിട്ട് ഫൈനാൻസ് ഇട്ട് കൊടുക്കും. നിനക്ക് അത്ര നീ വണ്ടിയെടു, ഇത് എടുത്തോ 5 ലക്ഷം രൂപ, നിനക്ക് 4 ലക്ഷം രൂപ ലോൺ ഞാൻ എടുത്തുതരാം. നമ്മൾ എഴുതി കൊടുക്കല്ലേ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇവൻ പറയും ഇന്ന് നിസ്കരിക്കാൻ കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകും. എന്താ കാരണം? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ. ഇവൻ പറഞ്ഞു ഇതും ഒരു ബിസിനസ് ആണ്, കച്ചവടമാണ്. കച്ചവടവും റിബയും പലിശയെല്ലാം ഒന്നാണ്, ഈക്വൽ എന്നവൻ മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞവനാണ് ഇവൻ. അതെങ്ങനെ ശരിയാവും? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. റിബ പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, നിരോധിച്ചു. ഒരിക്കലും അത് പണം, അത് കച്ചവടം പോലെ ആവൂല. ബിസിനസ് വേറെ, പലിശ വേറെ. ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ ഫമൻ ജാഅഹു മൗഇദത്തും അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു കച്ചവടം ഹലാലാക്കി, പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കി. ഇവിടെ പ്രത്യേകിച്ച് അല്ലാഹു എടുത്തു പറയാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇത് ബിസിനസ് അല്ലേ, ഇത് കച്ചവടമല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നിന്നാല് അള്ളാന്റെ ന്യായീകരണം കച്ചവടം ഹലാല്, പലിശ ഹറാം. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. എല്ലാരും ഈ പലിശക്കൊക്കെ പൈസ എടുത്തിട്ട് കച്ചവടം ചെയ്യും. 50 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നു, അത് ഹറാമൊന്നുമല്ല. ആ 50 ലക്ഷം രൂപ തിരിച്ച് അടയ്ക്കുമ്പോ 55 ലക്ഷം, 51 ലക്ഷം, 50,1000 അത് പലിശയാവും. ഈ 50 ലക്ഷം ക്യാപിറ്റൽ നമുക്കത് കിട്ടുന്ന ആ പൈസ, അത് മൂലധനാണ്. കടം വാങ്ങി തിരിച്ചു ആർക്കും കൊടുക്കാമല്ലോ. കടം ബാങ്കുകാർക്കും കൊടുക്കാം, ഒരു മുസ്ലിമിനും കൊടുക്കാം, യൂതനും കൊടുക്കാം, നസ്രാണിക്കും കൊടുക്കാം, ആർക്കും കൊടുക്കാം. പലിശ തിരിച്ച് കൊടുക്കുന്നതാണ് അവിടെ പ്രശ്നം. 50 ലക്ഷം തന്ന 50 ലക്ഷം തിരിച്ചു കൊടുത്തോ, ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും എടുത്തോളി, പ്രശ്നമില്ല. ഹറാമാവൂല. ബാങ്കിൽ നിന്ന് എടുത്തത് കൊണ്ട് ഹറാമാവൂല. പക്ഷേ തിരിച്ചടക്കുമ്പോ ഉള്ള അടവ് ഈ 50-ന് 55 അടച്ചാൽ, 51 അടച്ചാൽ, ആ അടച്ചതിന് നീ അങ്ങോട്ട് പലിശ കൊടുത്തവനെ തീറ്റിച്ചതിൻ്റെതായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. പൈസ എടുത്തതിന് കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് അടവില്ലേ, അത് കൂടിയാൽ. വണ്ടിക്ക് നീ പൈസ കൊടുത്തു, 15 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തു, 5 ലക്ഷം അടച്ചു, ബാക്കി 10 ലക്ഷം അത് നിനക്ക് ബാങ്കുകാരൻ തരുന്ന കടമാണ്, പ്രശ്നമില്ല. പക്ഷെ ആ വണ്ടിയുടെ പേരിൽ 15 ലക്ഷത്തിന് പകരം 15,1000, 15,01 1 രൂപ അങ്ങോട്ട് നീ അടച്ചോ കൊടുത്തോ, അതിന്റെ ശിക്ഷ അവരേറ്റുവാങ്ങണം. ഒരാളെ പലിശ തീറ്റിച്ചതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങണം. അത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹു റിബാ വആകിലഹു വമൂകിലഹു. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മളോട് അത് നിഷിദ്ധമാണ്, ഹറാമാണ്, അത് ശപിക്കപ്പെട്ട പണിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലഅനല്ലാഹുൽ വാഷിമാ വൽ മുസ്തൗഷിമാ. പച്ചകുത്തല് കുത്തുന്നവനും കുത്തിച്ചു കൊടുക്കുന്നവനും കുത്താൻ വേണ്ടി പറയുന്നവരും ഇവനെയൊക്കെ അള്ളാഹു ശപിച്ചു കേട്ടോ. മറ്റുള്ള മതക്കാരൻ ചെയ്യുന്നത് പോലെ മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ന് പച്ച കുത്തി നടക്കുന്നത് കാണാം, ചന്ദ്രക്കലയൊക്കെ കുത്തി നടക്കുന്നത് കാണാം, പള്ളിയുടെ കുബ്ബ കുത്തി നടക്കുന്നത് കാണാം. ഇതൊന്നും ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്. പറ്റൂല, നമുക്ക് ആ പണി എടുക്കാൻ പറ്റൂല. ഇത് മറ്റുള്ളവർ എടുക്കും, നമ്മൾ എടുക്കേണ്ട ആവശ്യം എന്ത്? ഇത് കുത്താൻ വേണ്ടി പറയുന്നവനെയും ഇത് കുത്തുന്നവനെയും അതിനെ പ്രേരിപ്പിക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശാപിച്ചു. ശാപം എങ്ങനെ അത് പോവില്ലല്ലോ, പിന്നെ ഒരച്ചാ പോവൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അത് നിരോധിച്ചു. അതേപോലെ വാക്കില റിബാ, പലിശ തിന്നലും, വമൂക്കിലഹു, തീറ്റിക്കലും, അങ്ങോട്ട് കൊടുക്കുന്ന പറഞ്ഞ പലിശ വാങ്ങലും പലിശ കൊടുക്കലും, രണ്ടും രണ്ട് രീതിയാണ്. ഒന്ന് വാങ്ങി തിന്നുക, 20 ലക്ഷം കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ തിന്നുക, ഏറ്റവും വലിയ ഹറാം. 20 ലക്ഷം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് പലിശ അങ്ങോട്ടടയ്ക്കുക, അത് മറ്റൊരു ഹറാം. നമ്മൾ തിന്നുന്നില്ല എന്നേ ഉള്ളൂ, നമ്മൾ തീറ്റിക്കുകയാണ്. ആ തീറ്റിക്കുന്നതിന്റെ, അതായത് നമ്മൾ 20 ലക്ഷം എടുത്തിട്ട് ഹലാലായിട്ടൊരു കച്ചവടം ചെയ്തു, അപ്പൊ ആ പൈസ തിരിച്ചടയ്ക്കുകയാണ്. അടയ്ക്കുന്ന പൈസ നമ്മൾ ഹലാലായിട്ട് സമ്പാദിച്ച പൈസയാണ് അടയ്ക്കുന്നത്. ചിന്തിക്കുന്നില്ല. 50 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ട്, 50 ലക്ഷത്തിന്റെ ലോൺ എടുത്ത് കച്ചവടം ചെയ്തിട്ട്
നമ്മൾ ബാങ്കിൽ കുറേശ്ശെ നമ്മൾ അടയ്ക്കുന്ന പൈസ ഏതാ? നമ്മൾ ഹലാലായിട്ട് സമ്പാദിക്കുന്ന പൈസ ആണ് അങ്ങോട്ട് അടയ്ക്കുന്നത്. അങ്ങനെയാണ് മൂക്കിലെ ഹോനെ തീറ്റിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ ജാഅഹു മൗഇളത്തും മിർ റബ്ബിഹി ഫന്തഹാ ഫലഹു മാ സലഫ് വഅംറുഹു ഇലല്ലാഹ്. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം പലിശ കച്ചവടം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് പരിപൂർണമായി ഒഴിവാക്കി കളഞ്ഞാൽ അവർക്കതിന്റെ ക്യാപിറ്റൽ മൂലധനം അവർക്കത് തിരിച്ചു കിട്ടും. ഫലഹു മാ സലഫ്, കഴിഞ്ഞതൊക്കെ അവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. ഈ ആയത്ത് ആ കാലഘട്ടത്തിൽ പലിശ അനുവദനീയമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ഫലഹു മാ സലഫ്, നിങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇരിക്കട്ടെ പോട്ടെ, ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകണം, ഇനി വാങ്ങാൻ നിൽക്കണ്ട. പക്ഷെ നമുക്കിപ്പോ അല്ല, നമ്മുടെ ഇവിടുത്തെ പലിശക്കാരന്റെ ഈ നിയമം ഇതല്ല. അത് ആദ്യം മനസ്സിലായിക്കോ. ഇവിടുത്തെ പലിശക്കാരന്റെ നിയമം, അതായത് ഈ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ഈ ആയത്ത് വന്നതിന് ശേഷം നമ്മൾ പലിശ വാങ്ങിയിട്ടുള്ളവർ അവരുടെ തൗബ, അവരെത്ര ലക്ഷം പലിശ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് വാങ്ങി തിന്നിട്ടുണ്ടോ അത് അള്ളാഹുവിന് വേണ്ടി മടക്കി കൊടുത്തേക്ക്. അതാണ് നിയമം. ഇനി നമ്മൾ സാധാരണക്കാർ തിന്നാതെ ബാങ്കിൽ അടച്ചിട്ടുണ്ടോ? ഈ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നു, വണ്ടിക്ക് പൈസ തിരിച്ചടയ്ക്കുന്നു, CC അടയ്ക്കുന്നു, ഈ വീടിനെടുത്തിട്ട് CC അടയ്ക്കുന്നു, EMI അടയ്ക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ഇതിന് തൗബ. കാരണം നമ്മൾ തിന്നല്ല, അങ്ങോട്ട് തീറ്റിച്ചാണ്. നമ്മുടെ ഹലാലായ പൈസ അങ്ങോട്ട് കൊടുത്താണ്. അതിന് നമ്മൾ തൗബ ചെയ്യണം, അള്ളാന്റെ അടുക്കൽ തൗബ ചെയ്യണം. കാര്യമാണ്. പടച്ചവനെ, അബദ്ധത്തിൽ വീണുപോയി, പറ്റിപ്പോയി, ഇത് തീർന്നാ ഞാൻ ഇനി ഇല്ല, അല്ലാ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ റബ്ബേ. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഇത് അങ്ങോട്ട് കൊടുക്കുന്നവരുടെ നിയമം. ഇങ്ങോട്ട് വാങ്ങി തിന്നവന്റെ നിയമം ഇതല്ല. അവൻ എത്ര പേർക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിന് എത്ര ഹജ്ജ് ചെയ്താലും ശരി, കില്ലെ പിടിച്ച് തൂങ്ങിയാലും ശരി, ഹജറുൽ അസ്വദിന്റെ അകത്ത് കല്ലുകൊണ്ട് തല കൊണ്ട് വെച്ചാലും ശരി, എത്ര ലക്ഷം നിന്റെ ജീവിതത്തിൽ നീ പലിശക്കാരനായിട്ട് ജീവിച്ച് തിന്നു മുടിച്ചിട്ടുണ്ടോ അത് മുഴുവനും നീ മടക്കി കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി മടക്കി കൊടുക്കണം. ഇനി ആളില്ല ഉസ്താദെ, ആരിൽ നിന്ന് വാങ്ങിയതെന്ന് അറിയില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും സദഖ ചെയ്യും. നിനക്കൊരു കണക്കുണ്ടല്ലോ. എന്റെ 50 വർഷത്തിനിടയിൽ ഞാൻ ഏകദേശം ഒരു 60 ലക്ഷം രൂപ പലിശ ആയിട്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ട്, തിന്നിട്ടുണ്ട്, പലിശയായിട്ട് മാത്രം. ആ 60 ലക്ഷവും നീ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. ഇത് വല്ലവന്റെ ഹക്കാ നീ തിന്നത്. ആളില്ലെങ്കിൽ പ്രശ്നമില്ല, ആളിനെ കണ്ടില്ല, ഏതെങ്കിലും ലക്ഷം വീട്ടിലോ ഏതെങ്കിലും രോഗികൾക്കോ ഏതെങ്കിലും സാധിക്കൊക്കെ ഒന്നുമില്ലാത്തവർക്ക് ഒരു ബിലാ നിയ്യത്തും വലാ സവാബിൻ, ഒരു നിയ്യത്തോ ഒരു സവാബോ ആഗ്രഹിക്കാതെ പടച്ചവനെ ഞാൻ വാങ്ങി എന്റെ ജീവിതത്തിൽ അറിവില്ലാതെ തിന്ന പലിശയുടെ പൈസ ആണ് ഞാൻ ഇതാ കൊണ്ട് കളയാണെന്ന് പറഞ്ഞ് അവർ കൊണ്ട് കൊടുക്കി. എന്നിട്ട് തൗബ ചെയ്യും. فمن جاءه موعظة من ربه فانتهى فله ما سلف. അല്ലാഹു ഓക്കേ സ്വീകരിക്കും. വമൻ ആദ, ഇനി അതെല്ലാം മടങ്ങി വരികയാണെങ്കിൽ ഫൗലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം നരകത്തിൽ കിടക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.